ഇസ്രയേലിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ഭീഷണി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം എങ്ങുമെത്താതെ നിൽക്കുന്ന സമയത്താണ് ഇസ്രയേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ മണ്ടക്ക് വീണ്ടും വന്ന് ഒരു വലിയ പ്രഹരം ഏറ്റിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സിറിയയുടെ വിദേശകാര്യമന്ത്രി ഷെയ്ബാനിയാണ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് മക്ക ഉടമ്പടിയിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും നിലനിൽക്കുന്ന ഈ ഒരു ഉടമ്പടിയിൽ ഈ സിറിയ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ നിലപാടുകൾ എടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. എന്നാൽ സിറിയയുടെ ഭാവിയിൽ ഏത് രീതിയിൽ നീങ്ങണമെന്ന കാര്യത്തിൽ ഇസ്രയേലിന് അതിലൊരു പങ്കുമില്ല. ഇസ്രയേലിന്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളോ സ്വീകരിക്കേണ്ട ബാധ്യത സിറിയക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ ഷെയ്ബാനി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനും അതുപോലെ തുർക്കിയും അതേപോലെ തന്നെ സൗദി അറേബ്യയും പ്രവിശ്യയിലുള്ള പ്രധാനപ്പെട്ട ശക്തികളാണ്. അതുകൊണ്ട് അവരോടൊപ്പം ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. ഇവിടെ സിറിയ എന്ന് പറയുന്നത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. സിറിയയിലൂടെ ഇസ്രയേലിനെ തകർക്കാനുള്ള നീക്കം ഉർദുഗാൻ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. സിറിയയിലൂടെ ഇടപെട്ടുകൊണ്ടുള്ള ഏത് നീക്കം ഉർദുഗാൻ നടത്തുകയാണെങ്കിലും അതിന്റെ കൈവെട്ടുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷ അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകുമെന്നും ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. എന്നാൽ ശക്തമായ മറുപടിയാണ് ഉർദുഗാനും നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇസ്രയേൽ സിറിയയിലുള്ള ഇദ്ലിബ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അത് തുർക്കിയുടെ സംവിധാനങ്ങൾ അവിടെ വിപുലീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത്. എന്നാൽ നാറ്റോയിൽ അംഗമായ തുർക്കിയെ ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരുപക്ഷെ ഇസ്രയേൽ തുർക്കിയെ ആക്രമിക്കാനുള്ള സാധ്യത തെക്കൻ സൈപ്രസ് അവിടെ തുർക്കിയുടെ സംവിധാനങ്ങളുണ്ട്, സൈന്യങ്ങളുണ്ട്, അവരുടെ താവളങ്ങളുണ്ട്. എന്നാൽ അവിടെയും അതുപോലെ തന്നെ സിറിയയിലും തുർക്കിയുടെ സംവിധാനങ്ങളുണ്ട്. ഇത് തുർക്കിക്ക് ഉള്ളിലല്ലാത്തത് കൊണ്ട് തന്നെ തുർക്കിക്ക് പുറത്തു വെച്ചുകൊണ്ട് നാറ്റോ രാഷ്ട്രമായ തുർക്കിയുടെ പുറത്തു വെച്ചുകൊണ്ട് തുർക്കിയുടെ സംവിധാനങ്ങൾ ആക്രമിച്ചാൽ അത് നാറ്റോയുടെ ഉപാധികൾക്ക് പുറത്തായിരിക്കും. അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്നതിന്റെ ഉള്ളിൽ അത് വരില്ല എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ കണക്കാക്കുന്നത്. ആ അർത്ഥത്തിൽ സിറിയയിലും അതേപോലെ തന്നെ സൈപ്രസിലും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ ആക്രമണങ്ങൾ എങ്ങോട്ട് എത്തിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രവിശ്യയിലുള്ള അതിശക്തമായ ഒരു സൈനിക സംവിധാനമുള്ള രാഷ്ട്രമാണ് തുർക്കി എന്ന് നമുക്കറിയാം. പക്ഷെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ്. നമുക്കറിയാം ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രമാണ് സിറിയയോട് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് തുർക്കി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുർക്കി സൈനിക സംവിധാനങ്ങൾ ഈ സിറിയയിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അത് ഇസ്രയേലിനെ ആക്രമിക്കാൻ എളുപ്പമാകും എന്നതാണ് ഇസ്രയേൽ ഒരു ഭീഷണിയായി ഇതിനെ കാണുന്നത്. തുർക്കിയുടെ ഏത് നീക്കവും ഇസ്രയേലിനകത്തുണ്ടാകുന്നത് വലിയൊരു ഭീഷണിയായിട്ടാണ് ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ നമുക്കറിയാം സിറിയയിൽ ഏതെല്ലാം രീതിയിൽ സൈനിക ഡെവലപ്മെന്റുകൾ നടത്തിയിരുന്നു അപ്പോഴെല്ലാം ഇസ്രയേൽ ആക്രമണം നടത്തി അത് തകർത്തിട്ടുണ്ട്. എന്നാൽ സമാനമായ നീക്കം ഇപ്പോൾ തുർക്കിക്കെതിരെ നടത്തുകയാണ്. ഇത് ഇറാനുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇസ്രയേൽ എത്തിയതുപോലെ തന്നെ ഈ നീക്കം തുടരുമ്പോൾ അത് തുർക്കിയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കുമോ എന്നത് പ്രധാനമാണ്. സിറിയൻ വിദേശകാര്യമന്ത്രി ഷെയ്ബാനി പറഞ്ഞ വാർത്തക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ മക്ക എന്നറിയപ്പെടുന്ന ഉടമ്പടി, മക്ക ഉടമ്പടി, ഇത് പാകിസ്ഥാനും അതുപോലെ തന്നെ സൗദി അറേബ്യയും തുർക്കിയും തമ്മിലാണ്. പക്ഷെ അതിലേക്ക് ഈ സിറിയ കടന്നു വരുന്നതിനുള്ള ചർച്ച എന്ന് പറയുമ്പോൾ തന്നെ അത് ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നത് അവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഈ സിറിയ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. അതേസമയം ഇറാനുമായി സിറിയ അതിർത്തി പങ്കിടുന്നില്ല എന്നത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ മക്ക ഉടമ്പടി എന്ന് പറയുന്നത് അത് ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.